1/2 ഇഞ്ച് സ്ക്വയർ പൈപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 അടിക്ക് കണക്കാക്കി ഒരു 3 പീസ്, 2 അടിക്ക് കണക്കാക്കി ഒരു 2 അടിക്ക് കണക്കാക്കി ഒരു 2 പീസും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് വെൽഡ് ചെയ്ത് 4 സൈഡും വെൽഡ് ചെയ്തെടുക്കാം. ലെവൽ വെച്ച് കറക്റ്റായിട്ട് നിൽക്കുന്ന കണക്കാക്കിയിട്ട് ഒന്ന് സ്പോട്ട് ചെയ്തെടുക്കാം 4 സൈഡും. സ്പോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 ഇഞ്ച് നീളത്തിനുള്ള ഒരു 4 പീസ് ഈ പൊസിഷനിൽ, അതായത് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് അപ്പുറത്തും ഇപ്പുറത്തും വരണ രീതിയിൽ വെൽഡ് ചെയ്തെടുക്കാം. ഒരു 4 ഇഞ്ച് വെച്ച് വരണ കണക്കിന് നമുക്ക് സ്പോട്ട് ചെയ്തെടുക്കാം. ലെവൽ വെച്ച് കറക്റ്റായിട്ട് നോക്കിക്കൊള്ളണം. നമുക്കിതിൽ വീല് കയറ്റാനുള്ളതാണ്. അപ്പോഴത്തേക്ക് പൈപ്പ് നല്ല ലെവലായിട്ട് വെച്ച് വേണം വെൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ ആക്രിക്കടയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. എന്തോന്നിൻ്റെ ഒരു സംഭവമാണ്. 4 വീൽ എടുത്തിട്ടുണ്ട്. 4 വീലും നമ്മൾ വെൽഡ് ചെയ്ത് വെച്ച ആ ചെറിയ പീസിൽ വെക്കുക. ഇനി നമുക്ക് നെറ്റ് കെട്ടിയെടുക്കാം. നെറ്റ് ആദ്യം നമ്മൾ സെൽഫ് സ്ക്രൂ അടിച്ചിട്ട് നമ്മൾ കെട്ട് കമ്പിക്ക് നല്ല ടൈറ്റാക്കി കെട്ടിയെടുക്കണം, തൂങ്ങിയൊന്നും പോകാത്ത രീതിയിൽ. ഇതാണ് നമ്മൾ ഇനി മണലിരിക്കുന്ന മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡ്. പഴയ സ്റ്റാൻഡാണ് വീട്ടിലിരുന്നത്. ഇതിൽ ബാക്കി ക്ലാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ നെറ്റ് ഇതിൽ പിടിപ്പിക്കാം. വീണ്ടും ഒരു 4 ഇഞ്ച് നീളത്തിന് ഒരു ചെറിയ പീസ് 2 സൈഡിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കണപ്പ് നോക്കി 2 സൈഡിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആ നെറ്റിൻ്റെ പീസ് എടുത്ത് വെച്ച് നോക്കിയിട്ട് ഈ പൊസിഷനിൽ 45 ഡിഗ്രി സ്ലോപ്പ് പറഞ്ഞ രീതിയിൽ 2 ട്രാക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ ഇതാണ് ഫ്രണ്ട് ട്രാക്ക്. ഇതുപോലെ ബാക്കിലും കൂടെ ഈ നെറ്റ് ഒരു 45 ഡിഗ്രി ചരിഞ്ഞ് നിൽക്കാൻ കണക്കിന് ഒരു ട്രാക്ക്, ആ കപ്പിയും കയറാൻ കണക്കിന് ഒരു ട്രാക്ക് ഉണ്ടാക്കിയെടുക്കാം. ബാക്കിലും കൂടെ ഒരു ട്രാക്ക് ഉണ്ടാക്കാം. ഫ്രണ്ട് ട്രാക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിലും കൂടെ ഒരു ട്രാക്ക് ഉണ്ടാക്കാം. ഒരു നെറ്റ് ഒരു 45 ഡിഗ്രി ചരിഞ്ഞ് നിൽക്കണം. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുമ്പോഴത്തേക്ക് ഗ്രാവലൊക്കെ ഒന്ന് സെപ്പറേറ്റ് മാറി വീഴാൻ വേണ്ടിയിട്ടാണ്. ബാക്കിലും അതുപോലെ ഒരു ട്രാക്ക് വെച്ച് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് ഏകദേശം ഒരു 1 അടി നീളത്തിന് ഒരു പൈപ്പ് മുറിച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പം ബാക്കിലെ ട്രാക്കും ഫ്രണ്ടിലെ ട്രാക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കൈപിടി വേണം. പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ വേണ്ടിയിട്ടൊരു കൈപിടിയും കൂടെ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് 2 സൈഡും ഒന്ന് ക്ലോസ് ചെയ്യണം. മണൽ ചാടി പോവാത്ത രീതിയിൽ 2 സൈഡിൽ ഇതുപോലെ ഒരു പട്ട വെച്ചിട്ട് സെൽഫ് അടിച്ചെടുക്കാം. ഇതും കൂടെ ആകുമ്പോൾ നമ്മളെ പണി തീർന്ന ഏകദേശം. ഇത്രയുള്ള പരിപാടി. നെറ്റ് നല്ല ടെമ്പർ ചെയ്ത് കെട്ടണം, തൂങ്ങിയൊന്നും പോവാത്ത രീതിയിൽ. ഇനി നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കാം. മണൽ വീഴാൻ വേണ്ടിയിട്ട് നമുക്ക് വേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് എടുത്ത് ചരിച്ച് വെച്ചിട്ടുണ്ട്. അതായത് നല്ലതടിക്കുമ്പം അകത്തും വീഴണം, വേസ്റ്റ് പുറത്തോട്ടും പോകാൻ വേണ്ടിയിട്ട്. നല്ല ഇതുള്ള മണ്ണാണ് കേട്ടോ. അതായത് കുറേ ചവർ ആയി കിടന്ന മണലാണ്. നല്ല രീതിയിൽ അരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. തെറ്റായിട്ട് അരിച്ച് പോകുന്നുണ്ട്. ഒരു 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരാളിങ്ങനെ കുലിക്കൊണ്ട് ഇരുന്നാൽ മതി, ബാക്കി ആൾ ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി. സംഭവം ഈ പരിപാടിയാണ്. സെറ്റായിട്ട് മണലിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. BS1 ട്രിക്സ്. ഭയങ്കര ചവറുള്ള മണ്ണായിരുന്നു കേട്ടോ. അവിടെ പുല്ലും പിടിച്ച് കിടന്ന മണലായിരുന്നു. ഇതാ വേസ്റ്റ് കണ്ടോ, ഫുള്ള് വേസ്റ്റായിരുന്നു. ഒരു തൊട്ടി മണ്ണും കൂടെ ഇട്ട് ഒന്ന് അരിച്ചു നോക്കാം. നമ്മളിങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തോടെ ഇങ്ങനെ മണ്ണിങ്ങനെ കൊണ്ടുവന്ന് ഇടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് പോകും കേട്ടോ. പക്ഷെ ഇങ്ങനെ കൂമ്പാരം കൂട്ടി ഇടുമ്പോഴത്തേക്ക് ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അണങ്ങി വരാൻ ഒരു പാടായിരിക്കും. അതാണ് ഒരു ടൈം വ്യത്യാസം എടുക്കുന്നത്. അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം സെറ്റാണ്. സൂപ്പറായിട്ട് അരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. വേസ്റ്റ് എല്ലാം കൂടെ ഒരു സൈഡിലായി. പിന്നെ ഈ മണലരിക്കാനൊക്കെ പോയിട്ടുള്ളവർക്ക്, ഈ കയ്യാളായിട്ടൊക്കെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. ഹായ് ഫ്രണ്ട്സ്, സംഭവം സക്സസ് ആണ് കേട്ടോ.
നോക്ക്, കുറേ വേസ്റ്റുകൾ മാത്രമേ അവിടെ അടിഞ്ഞിട്ടുള്ളൂ. ഒരുപാട് വേസ്റ്റുള്ള മണ്ണാണ് കൊണ്ടിട്ട് കേട്ടോ അതിൽ. നമുക്ക് വേസ്റ്റ് എല്ലാം എന്താ താഴെ നമ്മളൊരു ഇത് വെച്ച് ഷീറ്റ് വെച്ചിട്ട് അവിടെ അടിഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല മണൽ നോക്ക് താഴെ വീണിട്ടുണ്ട്. സംഭവം സക്സസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഓട്ടോമാറ്റിക് ആക്കണം. ഓട്ടോമാറ്റിക് മീൻസ് ഒരു മോട്ടറൊക്കെ വെച്ചിട്ട് അടുത്ത സെറ്റപ്പ് ചെയ്യണം. അതാണ് ഇനി അടുത്ത വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കരുത്. BS1 ട്രിക്സ്. ടാറ്റാ. നമ്മൾ അരിച്ച മണ്ണാണ് കേട്ടോ.